ബസ് ഓറിയന്റഡ് ആയിട്ട് ആ ടോപ്പിക്സിന്റെ ലിസ്റ്റ് അനുസരിച്ച് തന്നെ ഒന്ന് നോക്കാം കേട്ടോ. 9 ഉണ്ട് എന്ന് വെച്ചാൽ 2 എണ്ണം. ഓക്കെ, ഇവിടെ ഒരു 9 വന്നു, സൈഡിൽ 0 ഇട്ടാ 90. 90 എത്ര? 14 ഉണ്ട് എന്ന് നോക്കുക. 14. നമുക്ക് 2 തരത്തിൽ അല്ലെങ്കിൽ 2 തലമായി പരീക്ഷകൾ നടത്തി തുടങ്ങിയില്ലേ PSC. അതിനുശേഷം 2021 മുതൽ ഇപ്പൊ 2023 വരെ 3 സീസൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾ വന്നിട്ടുണ്ട്. 110 തന്നെ ഫിക്സ് ചെയ്യുന്നു. അപ്പൊ 110ലേക്ക് 11 കൊണ്ടുപോകാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 14 വലുതാണ്. അതുകൊണ്ട് തന്നെ 24 പിന്നെയും നമുക്ക് 14 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടുത്തെ റിമൈൻഡറും എത്ര എഴുതാം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ മാത്സിന്റെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ മാത്സിലെ ചില ടോപ്പിക്കുകളുടെ പ്രത്യേകതകൾ, അവരുടെ പ്രാധാന്യം, ഇവയെക്കുറിച്ച് സംസാരിക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2021, അതായത് നമുക്ക് 2 തരത്തിൽ അല്ലെങ്കിൽ 2 തലമായി പരീക്ഷകൾ നടത്തി തുടങ്ങിയില്ലേ PSC. അതിനുശേഷം 2021 മുതൽ ഇപ്പൊ 2023 വരെ 3 സീസൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 സീസണിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു 8 ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഈ ചോദ്യ പേപ്പറുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഹോട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കലാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയൊരു സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. മെയ് മാസത്തിൽ നമ്മൾ ഡിഗ്രി ലെവലിന്റെ പുതിയൊരു സീസണിലേക്ക് കടക്കുന്നു. ഈ വർഷവും നമ്മുടെ മുന്നിലേക്ക് ഒരു 3 പരീക്ഷകൾ എത്തിച്ചേരും. ഈ 3 പരീക്ഷകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ അപ്പിയർ ചെയ്യും, ശരിയല്ലേ? അപ്പൊ അതിനു മുമ്പായിട്ട് മുൻകാലങ്ങളിൽ എന്താണ് ചെയ്തു വെച്ചത്, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയായിരുന്നു, അല്ലെ? അപ്പൊ ഇനിയും പരീക്ഷകൾ വരുമ്പോൾ അത്തരം ടോപ്പിക്കുകളുടെ സാധ്യത എന്ത്, ഇതൊക്കെയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. മാത്സിനെ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 10 മാർക്ക് മാത്സും 10 മാർക്ക് മെന്റൽ എബിലിറ്റിയും എന്തായാലും നിർബന്ധമായിട്ടും പ്രിലിംസ് പരീക്ഷയിൽ ആവശ്യമുണ്ട്, അല്ലെ? ഇത് തന്നെ ക്ലിയർ ചെയ്താൽ നമുക്കൊരു പകുതി ആശ്വാസം ആകുന്ന തരത്തിലാണ് ശരിക്കും പ്രിലിംസ് പരീക്ഷകൾ വരുന്നത്. മെയിൻസിലേക്ക് വരുമ്പോഴാണ് ശരിക്കും 5-5 എന്നുള്ള രീതിയിൽ ഇത് മാറുന്നത്. അപ്പൊ ഇവിടെ 10-10 എന്ന തരത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കൃത്യമായി എടുത്തു നോക്കുകയാണെങ്കിൽ, മുൻകാലങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പല ടോപ്പിക്കുകളിലെയും ചോദ്യങ്ങളുടെ മോഡൽസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അതിനകത്ത് ചില വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ചില പേരുകൾ മാറ്റിയിടുക, അത്തരത്തിൽ ചിലപ്പോൾ ചോദ്യം അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത പരീക്ഷകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ടോപ്പിക്സ് എങ്ങനെയാണ്, അവരുടെ ഒരു നിലവാരം എന്താണ്, അവർക്ക് എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കണം എന്ന് നോക്കിയാലോ? യെസ്. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ആ ടോപ്പിക്സിന്റെ ലിസ്റ്റ് അനുസരിച്ച് തന്നെ ഒന്ന് നോക്കാം കേട്ടോ. ഇതിനകത്ത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പിക്സ്, നമുക്ക് മൊത്തം എത്ര ടോപ്പിക്സ് ആണുള്ളത്? 12 ടോപ്പിക്സ് ആണുള്ളത് നമ്മുടെ സിലബസ് അനുസരിച്ച്. മാത്സ് ടോപ്പിക്കിൽ ഇല്ലാത്ത ചില ചോദ്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളിപ്പോൾ തൽക്കാലം നോക്കുന്നില്ല. നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്ന രീതിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണ്. അപ്പൊ നമ്മളൊരു 8 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഒരു 160 ചോദ്യങ്ങൾ അതിനുള്ളിൽ നിന്ന് കിട്ടണ്ടേ? മൊത്തം മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ഓക്കെ, അപ്പൊ അതിനകത്ത് മാത്സിൽ നിന്ന് 10 എണ്ണം വീതം എടുത്താൽ പോലും നമുക്ക് 80 ചോദ്യങ്ങൾ കിട്ടണം. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 80 അല്ല, അതിൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാത്സിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ചില പരീക്ഷകളിൽ റീസണിങ്ങിന്റെ അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി പാർട്ടിലെ ചോദ്യങ്ങൾ ഒരു 8 എണ്ണം വരിക, മാത്സിൽ നിന്ന് 12, അങ്ങനെ മാറി വന്നത് കാരണം ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തൽക്കാലം നമുക്ക് ടോപ്പിക് അനുസരിച്ച് ഒന്ന് നോക്കടാ. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ആണ് ആദ്യത്തെ നമ്മുടെ ടോപ്പിക്, അല്ലെ? ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ സെറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ചോദ്യങ്ങളാണ് കേട്ടോ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ശരിക്കും ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. മെന്റൽ എബിലിറ്റി പാർട്ടിൽ നമ്മൾ ഈ എന്താണ് മാത്തമെറ്റിക്കൽ സയൻസ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്, അറിയാലോ അല്ലെ? ഓക്കെ, ഗണിത ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ആ ഭാഗം ഇതിന്റെ ഒരു കണക്റ്റഡ് ടോപ്പിക്കാണ് കേട്ടോ. എല്ലാ പരീക്ഷകളിലും ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ, അതായത് അവിടെ നമ്മൾ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഓപ്പറേഷൻസ് ചെയ്യുകയാണ്, എന്നാൽ അവിടെ എങ്ങനെയാണ്? ചിഹ്നങ്ങൾ മാറ്റിയിടുകയാണ്. അപ്പൊ എന്ത് മാറി? സിലബസ് അനുസരിച്ച് ടോപ്പിക്ക് മാറി, പിടികിട്ടിയോ? എന്നാൽ അത് ഈ ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന സംഗതി അവിടെ കടന്നു വന്നു. അപ്പൊ ഈ 2 ടോപ്പിക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് 2 ചോദ്യങ്ങൾ മാത്രമേ എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൂ, അത്ര പ്രാധാന്യം കിട്ടിയിട്ടുള്ളൂ. എന്നാൽ
ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ ടോപ്പിക്ക് നോക്കുമ്പോൾ ആ ഭാഗത്ത് നിന്ന് 12 ചോദ്യങ്ങൾ നമുക്ക് ഈ 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഭിന്നസംഖ്യകൾ മാത്രം തരിക, ഡയറക്റ്റ് ആയിട്ട് ദശാംശ സംഖ്യകൾ മാത്രം തരിക, അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല. ചിലപ്പോൾ ഭിന്നസംഖ്യ രൂപത്തിലുള്ളവ, ചിലപ്പോൾ ഹരണമായിട്ട് ബന്ധപ്പെട്ടവ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഫ്രാക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്. ഡെസിമൽ നമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം ഒരെണ്ണം മാത്രമാണ്. അതും ഏതുമായിട്ട് കണക്ട് ചെയ്താണ്? ഫ്രാക്ഷൻസുമായിട്ട് കണക്ട് ചെയ്താണ്. ഫ്രാക്ഷനിൽ നിന്ന് ഡെസിമലിലേക്ക് പോകാന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ അധികം പ്രാധാന്യമേ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ആരെ പറയാം? ഡെസിമലിനെ പറയാം കേട്ടോ. എന്നാൽ ഫ്രാക്ഷൻ എന്താണ്? ഹൈലൈറ്റ് ചെയ്ത ഒരു ഏരിയ ആയിരുന്നു. 12 ചോദ്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് 7 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. സാധാരണ പരീക്ഷകൾക്കെല്ലാം ഒരു ഹീറോയാണ് ആര്? പ്രോഫിറ്റ് ആൻഡ് ലോസ്. പക്ഷെ ഇവിടെ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 4 ചോദ്യങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. അതുപോലെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നല്ലൊരു പെർഫോമർ ആയിരുന്നു. 8 പരീക്ഷകളിൽ ഓരോ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് 8 ചോദ്യങ്ങൾ അതിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഒരു പരീക്ഷയിൽ ഒഴികെ ബാക്കി എല്ലാ പരീക്ഷയിൽ നിന്ന് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് 8 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു പരീക്ഷയിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ ടൈം ആൻഡ് വർക്കിന്റെ ഭാഗത്ത് നിന്ന് 6 ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 6 ചോദ്യങ്ങൾ. ഓക്കെ. എത്ര എണ്ണം? 6 എണ്ണം. ഓക്കെ. അപ്പൊ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം നഷ്ടപ്പെട്ടു പോയ 2 പരീക്ഷകൾ മാത്രമേ ഉള്ളൂ. അത്ര പ്രാധാന്യം കുറച്ചിട്ടില്ല. ആവറേജ് ശരാശരിയുടെ ഭാഗത്ത് നിന്ന് പൊതുവെ എല്ലാ പരീക്ഷകളിലും കിട്ടേണ്ടതാണ്. പക്ഷെ ഒരു പരീക്ഷയിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് 7 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലോസ് ഓഫ് എക്സ്പോണൻസ് കേട്ടോ. എന്താണ്? നിയമങ്ങൾ, കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 5 ചോദ്യങ്ങൾ കിട്ടി. വളരെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ്. പിന്നെ മെൻസുറേഷൻ 2D 3D ജോമെട്രി ഒക്കെ ഇല്ലേ, ആ ഭാഗത്ത് നിന്ന് 8 ചോദ്യങ്ങളാണ് നമ്മുടെ ഈ 8 പരീക്ഷകളിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ആവറേജ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രോഗ്രഷൻസ് അല്ലെ. പ്രോഗ്രഷനിൽ ജോമെട്രി പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഭാഗമേ നമ്മൾ അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നെ വന്നിട്ടുണ്ട്. അത് എത്ര ചോദ്യം വന്നിട്ടുണ്ട്? 8 ചോദ്യങ്ങൾ. അതായത് ശരാശരി ഒരു പരീക്ഷയിൽ നിന്നൊരു ചോദ്യം കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തുള്ള ഏറ്റവും ഹോട്ടായിട്ടുള്ളവരെല്ലാം ഞാൻ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രാക്ഷൻസ്, ഡെസിമൽ നമ്പേഴ്സ്. അതിൽ ഫ്രാക്ഷൻ ആണ് താരം. അതിൽ എത്ര ചോദ്യം വന്നിട്ടുണ്ട്? 12 ചോദ്യം കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 8 എണ്ണം വന്നിട്ടുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് 8 എണ്ണം വന്നിട്ടുണ്ട്. മെൻസുറേഷൻ 8 എണ്ണം, പ്രോഗ്രഷൻ 8 എണ്ണം അല്ലെ. ഇപ്പൊ 8 എണ്ണം കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ശരാശരി ഒരു പരീക്ഷയിൽ ഒരു ചോദ്യം മസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ അവര് നല്ല പെർഫോമൻസ് അല്ലേ? ഉറപ്പായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആൾക്കാരല്ലേ? ആണ്. അപ്പൊ ചിലപ്പോ അടുത്ത പരീക്ഷകൾ വരുമ്പോ ഇവര് തന്നെ ഹോട്ട് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇവരെ ഒന്ന് കൺസിഡർ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം എന്താണ്? ഈ സീസൺസിലെല്ലാം കൃത്യമായ പെർഫോമൻസ് കാഴ്ചവെച്ചവരാണ് ഇവര് അല്ലെ. എന്റെ തൊട്ട് താഴെ ആര് നിൽക്കുന്നുണ്ട്? 7 എണ്ണം വീതം പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ആവറേജ്. കണ്ടോ? ഇവരെല്ലാം 7 എണ്ണം വീതം കേട്ടോ. ഒരെണ്ണത്തിൽ മാത്രം നഷ്ടം വന്നു പോയി കേട്ടോ. പിന്നെ ടൈം ആൻഡ് വർക്ക് തൊട്ട് താഴെ തന്നെ നിൽപ്പുണ്ട്. പിടികിട്ടിയോ? അപ്പൊ ഇവരെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് തന്നെ എടുക്കാം. മറ്റുള്ളവരുടെ പ്രാധാന്യം കുറച്ച് കാണലല്ല. ഇതുവരെയുള്ള പരീക്ഷകളിൽ നിന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇവരുടെ ഒരു മുൻഗണനാ ക്രമം അനുസരിച്ച് ഞാൻ റിവിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ. അതായത് ഈ കഴിഞ്ഞ പരീക്ഷകളിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഈ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ചോദ്യങ്ങളില്ലേ, ഈ ചോദ്യങ്ങളെ ഒന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോവാണ്. നിങ്ങളെല്ലാം ഒരുവിധം ടോപ്പിക്ക് കവർ ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ റിവിഷൻ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ ചൂടനുസരിച്ച്, ഹോട്ട് അനുസരിച്ച് എന്ത് ചെയ്യാം? ഇവരെ താഴെ ടോപ്പിക്കായിട്ട് തന്നെ പഠിച്ചു പോകാം കേട്ടോ. പഠിക്കൽ എന്ന് വെച്ചാൽ ഒരിക്കലും ടോപ്പിക്ക് ഫ്രഷ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇനി നമുക്ക് സമയമില്ല. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നുമില്ല. എന്ത് ചെയ്യുന്നു? നമ്മുടെ ടോപ്പിക് അനുസരിച്ച് അതിന്റെ ഒരു ഇതുവരെയുള്ള അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ താഴെ പഠിച്ചു പോകാൻ പോവാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോകാൻ പോവാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയതും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ വെറുതെ സമയം കളയേണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക? അതൊന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ആൻസർ കറക്റ്റ് ആണോ നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, സെറ്റാണേ? അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ആ ടോപ്പിക്കിന്റെ ക്രമം അനുസരിച്ച് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് താഴെ എല്ലാ ടോപ്പിക്സും കടന്നു വരുന്നുണ്ട്. നേരെ ക്ലാസ്സിലേക്ക്. അപ്പൊ ആദ്യം നമ്മൾ ഏത് നോക്കാൻ പോവാം? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയ
ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്. അതിനകത്ത് ആർക്ക് പ്രാധാന്യം ഇല്ല നമ്മൾ പറഞ്ഞു? ഡെസിമലിന് പ്രാധാന്യം കിട്ടിയിട്ടില്ല, ഫ്രാക്ഷൻ ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫ്രാക്ഷൻസിലെ കുറച്ച് ചോദ്യങ്ങൾ വന്ന ക്രമത്തിൽ തന്നെ നമ്മൾ ചെയ്തു നോക്കാൻ പോവാണ്. 2023 നടന്ന പ്രിലിംസ് പരീക്ഷയിൽ കിട്ടിയ ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഈസ് ദ സ്മോളസ്റ്റ്? തന്നിട്ടുള്ളതിൽ 4 ഫ്രാക്ഷൻസ് ഉണ്ട്. ഈ 4 ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുതാര് എന്നാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമോ എന്ന് പോലും പലരും ആശങ്കപ്പെടും. എന്നാൽ 2023 തന്നെ അത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? 11/9, 11/7, 11/10, 11/6. എല്ലാ സ്ഥലത്തും ആര് തുല്യ? അംശം തുല്യ അല്ലേ? അതായത് ന്യൂമറേറ്റർ സൈഡ് സെറ്റ് അല്ലെ? ന്യൂമറേറ്റർ സൈഡ് നമ്മൾ ഇനി ഒന്നും നോക്കാനില്ല, അവരെന്താണ്? ഒരുപോലെയാണ്, തുല്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, 11 കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിനെ 9 പീസായിട്ട് മുറിച്ചാലാണോ, 7 പീസായിട്ട് മുറിച്ചാലാണോ, 10 പീസായിട്ട് മുറിച്ചാലാണോ, 6 പീസായിട്ട് മുറിച്ചാലാണോ ചെറിയ പീസ് കിട്ടുക? അല്ലെ? ഉറപ്പിച്ചു പറഞ്ഞൂടെ? അതേതാ? 10 പീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ വാല്യൂ ഏത്, അല്ലെങ്കിൽ ചെറിയ ഭിന്നസംഖ്യ ഏതാന്ന് ഇനി ആരെങ്കിലും പറഞ്ഞു തരണോ? വേണ്ട, സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അത് വലിയ പീസ് ഏതാന്ന് വെച്ചാലോ? യെസ്, നമുക്ക് വലിയ പീസ് നോക്കാൻ എന്ത് മാത്രം നോക്കിയാൽ മതി? ചെറിയ ഛേദം മാത്രം നോക്കിയാൽ മതി. അപ്പൊ വലുതും ചെറുതും എങ്ങനെ കണ്ടെത്തുക? അംശം തുല്യമാണ് എങ്കിൽ വലിയ ഭിന്നസംഖ്യ കണ്ടെത്താൻ ചെറിയ ഛേദത്തെ എടുക്കുക, ചെറിയ ഭിന്നസംഖ്യ കണ്ടെത്താൻ വലിയ ഛേദത്തെ എടുക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വലുതാരാണ് എന്ന് വെച്ചാൽ 11/6 ആണ്, ചെറുതാരാണ് എന്ന് വെച്ചാൽ 11/10 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ നമ്മൾ ഉറപ്പിക്കുന്നു, ഓപ്ഷൻ സി ആണ്. സെറ്റ് അല്ലേ? യെസ്. അതുപോലെ മറ്റൊരു ചോദ്യം, ഓൺ അറേഞ്ചിങ് 1/3, 5/7, 2/9, 9/14, 7/12 in the increasing order we get. തന്നിരിക്കുന്ന എത്ര ഭിന്നസംഖ്യകളുണ്ട്? 5 ഭിന്നസംഖ്യകളുണ്ട്. ഇവരെ നമുക്കൊന്ന് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. നമുക്ക് ആരോഹണ ക്രമം എന്നൊക്കെ മലയാളത്തിൽ പറയാം അല്ലെ? അപ്പൊ ആരോഹണ ക്രമത്തിൽ ഇവരെ അറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും എന്നറിയാം. എന്താ നോക്കടാ, ഇതിന് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. 1/3 എന്ന് പറയുന്ന ഭിന്നസംഖ്യ അതുപോലെ എഴുതി. ഓക്കെ, അത് കഴിഞ്ഞ് 5/7 തന്നിട്ടുണ്ട്, അതും എഴുതി. 2/9 തന്നിട്ടുണ്ടായിരുന്നു, അതെഴുതി. 9/14 തന്നിട്ടുണ്ടായിരുന്നു, അതെഴുതി. അതുപോലെ 7/12 എല്ലാവരെയും നമ്മൾ താഴെ എഴുതി കേട്ടോ. ഓക്കെ, ഇനി സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 1 or 2 ഭിന്നസംഖ്യയൊക്കെ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അത്യാവശ്യം വേഗത്തിൽ ചെയ്യാറുണ്ട്. ഇവിടെ അത് പോസിബിൾ അല്ല, അറിയാലോ. 5 എണ്ണം ആകുമ്പോഴത്തേക്ക് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങ് ആവശ്യതയാവും. മാത്രമല്ല ഒരുപാട് സമയം നഷ്ടപ്പെടും. പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഏകദേശ വില എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. 1/3 എന്നതിന് പകരം ഈ 1നോട് ഒരു 0 ചേർക്കുക. അപ്പൊ എത്രയായി? 10. 10ൽ എത്ര 3 ഉണ്ട് എന്ന് നോക്കുക. 10ൽ എത്ര 3 ഉണ്ട്? 3 എണ്ണം. കണ്ടോ? ഓക്കെ, അതിനകത്ത് ഡെസിമൽ വരുന്നുണ്ടോ? അതിനകത്ത് ഭിന്നസംഖ്യ മിക്സഡ് ആക്കി എഴുതാൻ പറ്റുമോ? ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ജസ്റ്റ് ഒരു 0 ഇട്ടു കേട്ടോ. അപ്പൊ 10ൽ എത്ര 3 ഉണ്ട്? 3 എണ്ണം കേട്ടോ. ഇനി ഇവിടെ 5ൽ ഒരു 0 ഇട്ടു. 50. 50ൽ എത്ര 7 ഉണ്ട്? എത്ര എണ്ണം? 7 7 49 കണ്ടോ? അപ്പൊ 7 എണ്ണമായി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ 2ന്റെ കൂടെ ഒരു 0 ഇടുന്നു. 20ൽ എത്ര 9 ഉണ്ട് എന്ന് വെച്ചാൽ 2 എണ്ണം. ഓക്കെ, ഇവിടെ ഒരു 9 വന്നു, സൈഡിൽ 0 ഇട്ടാൽ 90. 90ൽ എത്ര? 14 ഉണ്ട് എന്ന് നോക്കുക. 14. 90ൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. ശരിയല്ലേ? 14 × 6 84 എന്ന് കിട്ടാറുണ്ട് അല്ലെ? അതുപോലെ ഇവിടെ എന്ത് വരുന്നു? 70. 70ൽ എത്ര? 12 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? 5 എണ്ണം എന്ന് പറയാം. കണ്ടോ? 70ന് മുകളിലേക്ക് വരുമ്പോൾ 6 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് എന്ത് കിട്ടി? ഒരു ധാരണയായി അല്ലേ? എത്രയാണ് അതിനകത്ത് വരുന്ന നമ്പേഴ്സ്. ഇതിനകത്ത് നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, വലുതിൽ നിന്ന് ചെറുതിലേക്കാണോ ചെറുതിൽ നിന്ന് വലുതിലേക്കാണോ നമ്മുടെ ആവശ്യം? ഇൻക്രീസിങ് ആണ് എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ ഇതിനകത്ത് ഈ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസിന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയേ എങ്ങനെയാ? 2 ആണ്. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് 3 ആണ്. 3 കഴിഞ്ഞിട്ട് ആര് വരുന്നുണ്ട്? 5 വരുന്നുണ്ട്. പിന്നെ 6 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. 2 3 5 6 7. ഓക്കെ ആണേ? അതായത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ 2ന് നേരെയുള്ള നമ്പർ ആദ്യം തന്നെ വരിക. അതാരാ? 2/9. എവിടെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും ആൻസർ ആവാം കേട്ടോ. അടുത്തത് ഏതാ? 3 ആണ്. 3ക്ക് നേരെ വരുന്ന ആരാ? 1/3 ആണ്. കണ്ടോ? ഇവിടെ 1/3 ഉണ്ട്, ഇവിടെ 1/3 ഉണ്ട്, ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അത് ആ ഒരു ഓപ്ഷൻ നമ്മൾ വിട്ടു. അടുത്ത് നോക്കുമ്പോൾ 5 ആണ്. 5ന് നേരെ വരുന്ന വാല്യൂ ഏതാ? 7/12 ആണ്. ഇവിടെ 7/12 വന്നു, ഇവിടെയും 7/12 വന്നു. അപ്പോൾ ആ 2 ഓപ്ഷൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അടുത്ത ആരാണ് 6 വരുന്നത്? 6ന് നേരെ വരുന്ന 9/14 അല്ലേ? ഇവിടെ 9/14 ഉണ്ട്, ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഏത് ഓപ്ഷനാണ്? എ എന്ന ഓപ്ഷനാണ് റൈറ്റ് ആൻസർ അല്ലെ? അത് ഉറപ്പിക്കാനായിട്ട് 7ന്റെ നേരെ വരുന്ന വാല്യൂ ഏതാ നോക്കിയേ, അത് 5/7 ആണ്. അതും കൃത്യമായിട്ട് വന്നു. അപ്പൊ കൃത്യമായ ഓർഡറിൽ, ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആരോഹണ ക്രമത്തിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏത് തന്നെയാണ്? ഓപ്ഷൻ എ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അത് ഉറപ്പിച്ചു. ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? എല്ലാവർക്കും എഴുതാൻ പറ്റൂലേ? പറ്റും. ഓക്കെ, അടുത്തൊരു ചോദ്യം ഉണ്ടോ? ഇഫ് 15/18 x/6 10/y ഈക്വൽ ടു z/13. അല്ല, മനസ്സിലായോ? ഇത് തന്നിരിക്കുന്ന 3 വാല്യൂസ് എന്ന് വെച്ചാൽ x/6, 10/y, z/13. ഓക്കെ, ഈ 3 വാല്യൂസ് ആർക്ക് തുല്യമാണ്? 15/18, 15/18 തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ആരെയൊക്കെ കണ്ടെത്തണം? എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ കണ്ടെത്തണം. ദെൻ ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു, എന്നിട്ട് ഈ പറയുന്ന എക്സും വൈയും ഇസഡും കൂടെ കൂട്ടി എഴുതുക. ഇത് 2022 പ്രിലിംസ് പരീക്ഷയിലെ ചോദ്യമാണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന പൂർണ്ണമായ ഒരു ഭിന്നസംഖ്യ ആരാ? 15/18 അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ 15/18 എന്ന് പറയുന്ന ഭിന്നസംഖ്യയുടെ അംശത്തിലും ഛേദത്തിലും വരുന്ന സംഖ്യകളെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ? 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 എന്ന് കിട്ടും. അപ്പൊ ആക്ച്വലി ഈ 15/18 എന്ന് പറയുന്നത് 5/6 ആണല്ലോ. ആണ്. അപ്പൊ ഈ 5/6 തുല്യമാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന x/6 അല്ലേ? മനസ്സിലായോ? അപ്പൊ 5/6 എന്ന് പറയുന്ന ആർക്ക് തുല്യമാണ്? x/6 തുല്യമാണ്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 6 ആണ്, ഛേദത്തിൽ 6 ആണ്, ഇവിടെയും 6 ആണ്. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ 5ഉം ഈ എക്സും തുല്യമല്ലേടാ? ആണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എക്സിന്റെ മൂല്യം 5 എന്ന് എഴുതുന്നതുകൊണ്ട് തെറ്റുണ്ടോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ 2 ഭിന്നസംഖ്യകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? എക്സിന്റെ മൂല്യം കണ്ടെത്തിയത്. അതുപോലെ തന്നെ അടുത്ത സെറ്റ് എടുക്കുകയാണ്. ഈ 5/6 ഞാൻ അതുപോലെ എഴുതുക കേട്ടോടാ, അതോടെ തന്നെ നടന്നോട്ടെ. 5/6 ആർക്ക് തുല്യമാണ്? അടുത്ത 10/y തുല്യല്ലേ? 10/y എന്ന് പറയുന്ന വാല്യൂവിന് തുല്യല്ലേ? ഓക്കെ, അപ്പൊ ഈ 5 എന്ന് പറയുന്ന മൂല്യം ഇവിടെ എത്തിയപ്പോ 10 ആയില്ലേ? 5 10 അല്ലെ? 5 10 ആവുക എന്ന് വെച്ചാൽ ഇരട്ടിയായില്ലേ? അപ്പൊ ഈ 6 വൈയിലേക്ക് എത്തുക എന്ന് വെച്ചാൽ ഇരട്ടിയാവണ്ടേ? അംശത്തിലും ഛേദത്തിലും വ്യത്യാസം ഒരുപോലെ തന്നെ വരണ്ടേ? അപ്പൊ അംശം ഇരട്ടിയായിട്ടുണ്ടെങ്കിൽ ഛേദവും ഇരട്ടിയാകും അല്ലെ? അപ്പൊ വൈയുടെ മൂല്യം എന്താന്ന് വെച്ചാൽ 6ന്റെ ഇരട്ടി എടുക്കുക. എത്രയാ? 12. പിടി കിട്ടിയോ? ഓക്കെ, അടുത്ത സെറ്റ് നമ്മൾ എടുക്കുകയാണ്. നമ്മുടെ 5/6 അതുപോലെ തന്നെ എടുത്തെഴുതിയ ശേഷം അവസാനത്തെ മൂല്യം z/30 അല്ലേ? യെസ്, അത് അതുപോലെ എഴുതുകയാണെ z/30 അല്ലെ? അപ്പൊ ഈ 6 എന്ന് പറയുന്നത് എത്ര മടങ്ങായി 30ലേക്ക് എത്തിയപ്പോ? നോക്കിയേ, 6 5 മടങ്ങായിട്ടുണ്ട് അല്ലെ? 30ലേക്ക് എത്തിയപ്പോ 6 5 മടങ്ങായി. അങ്ങനെയാണെങ്കിൽ ഈ 5ഉം എത്ര മടങ്ങാവണം? 5 മടങ്ങാവണം. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം z ഈക്വൽ ടു എത്ര മടങ്ങാ? 5 × 5 25. കണ്ടോ? അപ്പൊ എക്സും വൈയും ഇസഡും കിട്ടിയോ? ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത് നോക്കടാ? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. എന്ത് എളുപ്പാന്ന് നോക്കിയേ. അപ്പൊ 25 5 30, 30 12 42. നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. പക്ഷെ ആദ്യത്തെ ഭിന്നസംഖ്യ നിങ്ങളൊന്ന് ചെറുതാക്കിക്കോണം കേട്ടോ. 15/18 തന്നെ ഇട്ടുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ 15നെയും 18നെ ആദ്യം ചെറുതാക്കുക, എന്നിട്ട് 5/6 ആക്കുക. പിന്നെ നമ്മൾ അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ആരെ തന്നെ ഉപയോഗിക്കുക? 5/6 തന്നെ ഉപയോഗിക്കുക. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും, 42ലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ ആണേ? കുഴപ്പമില്ലാതെ ചെയ്തെടുക്കുന്നുണ്ടേ. യെസ്, അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ ഉറപ്പിക്കുന്നു. ആൻസർ ഏതാ? 42. ഓക്കെ, അപ്പൊ ഭിന്നസംഖ്യ ഏതൊക്കെ തരത്തിൽ നമുക്ക് വന്നിട്ടുണ്ട് എന്ന് നോക്കിയേ. അടുത്തൊരു ചോദ്യം. സമീറ പർച്ചേസ് 3 1/2 kg apples and 4 3/4 kg oranges. What is the total weight of the fruits purchased by her? 2023 ചോദ്യം. ചോദ്യത്തിന്റെ സിംപ്ലിസിറ്റി എന്താന്ന് മനസ്സിലായോ? സമീറ 3.5 കിലോഗ്രാം ആപ്പിൾ വാങ്ങി, 4.25 കിലോഗ്രാം ഓറഞ്ച് വാങ്ങി. ആകെ എത്ര വെയിറ്റ് എന്നാണ് ചോദ്യം. എന്തെങ്കിലും നമ്മൾ സമയം കളയണോ? വാങ്ങിയത് 3.5 ഉണ്ട്, അതുപോലെ 4.25 ഉണ്ട് അല്ലെ? അപ്പൊ ഈ 4.25 എന്ന വെയിറ്റിനെ ഞാൻ 4.5 + 1/4 എന്ന് എഴുതിയാൽ അറിയാലോ. നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്നുണ്ടല്ലോ, 3/4 എന്ന് വെച്ചാൽ 1/2 + 1/4 അല്ലേ? അതുകൊണ്ട് തന്നെ
ഈ 4:45 ഞാൻ 4:30 പ്ലസ് കാലെന്ന് എഴുതി. 3:30യും 4:30യും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? എല്ലാവർക്കും കിട്ടൂലേ 8. പിന്നെ ഇതിന്റെ കൂടെ ഒരു കാലം കൂടെ ഇട്ടാൽ പരിപാടി കഴിഞ്ഞില്ലേ? ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? 8.25 കിലോഗ്രാം എന്ന് വിളിക്കാം. വെറുതെ സമയം കളയരുത് കേട്ടോ. ഇതും ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയിലെ ചോദ്യമാണ്. ഏതാണ്ട് വലിയ വലിയ ചോദ്യങ്ങൾ മാത്രമേ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ വരൂ എന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത് അല്ലേ? അങ്ങനെ ഒന്നും സംഭവിക്കാറില്ല അല്ലേ? ഈ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും സിമ്പിൾ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഏതാണ്ട് വലിയ കാര്യങ്ങൾ പഠിച്ചു കൊണ്ടുവന്നിട്ട് ഇത്തരം ചെറിയ ചോദ്യങ്ങൾ പോലും തെറ്റിച്ചിട്ട് പോകും കേട്ടോ. അപ്പൊ ആ രീതിയിൽ എടുത്താൽ മതി. ഇവിടെ വേറെ നിയമങ്ങളൊന്നും ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. വേണമെങ്കിൽ 4, 3, 7 കൂട്ടിക്കോ. എന്നിട്ട് അരയും മുക്കാലും കൂടെ കൂട്ടിയിട്ട് 1.25 എന്ന് എഴുതി. 4, 3, 7 അതിന്റെ കൂടെ 1.25 കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 8.25 എന്ന് കിട്ടും. അങ്ങനെ ചെയ്തൂടെ? അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. പിടികിട്ടിയേ? അടുത്തൊരു ചോദ്യം. രവി സ്റ്റഡീസ് ഫോർ 5 2/3 hours ഡെയിലി. രവി എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ദിവസവും 5ഉം 3-ൽ 2 മണിക്കൂർ പഠിക്കുന്നുണ്ട്. He devotes 2 4/5 hours of his time to science and mathematics. സയൻസിനും മാത്സിനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 2 4/5 2ഉം 5-ൽ 4 മണിക്കൂർ മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ മറ്റ് സബ്ജക്ട്സിനായിട്ട് മാറ്റി വെക്കുന്നു? ഇതാണ് ചോദ്യം. തൊട്ട് മുമ്പ് നമ്മൾ കൂട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? കുറച്ചെഴുതുക അല്ലെ? മൊത്തം പഠിക്കാനായിട്ട് ഒരാൾ ഉപയോഗിക്കുന്ന സമയം 5 2/3 അല്ലെ? ഇതിൽ മാത്സിനായിട്ട് ഒരു 2 4/5 ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്സിനും സയൻസിനും കൂടി മറ്റുള്ള സബ്ജക്റ്റിന് എത്ര സമയം കൊടുക്കുന്നുണ്ട് എന്നറിയാൻ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? ഈ കാണുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വിഷമ ഭിന്നമാക്കിയിട്ട് ചെയ്യാം. അപ്പൊ അതെങ്ങനെ ചെയ്യും? 5ഉം 3ഉം കൂടെ ഗുണിക്കുക. 3 അതുപോലെ എഴുതിയ ശേഷം 5ഉം 3ഉം കൂടെ ഗുണിക്കുക 15. 15ഉം 2ഉം 17. അപ്പൊ 17/3 എന്ന് എഴുതാമല്ലോ. ഇതിൽ നിന്ന് അടുത്ത് ഈ 5 നമ്മൾ ഇവിടെ എഴുതുന്നു. 10ഉം 4ഉം 14 എന്ന് എഴുതുന്നു. കണ്ടോ? അപ്പൊ 17/3 മൈനസ് 14/5 എന്നാണ് കിട്ടുക. അപ്പൊ ഇത് മൈനസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ 3നെയും ഈ 5നെയും തമ്മിൽ ഗുണിക്കാം അല്ലെ? 5ഉം 3ഉം കൂടെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 15 എന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ 5ഉം ഈ 17ഉം കൂടെ ഗുണിക്കുന്നു. അപ്പൊ എത്ര കിട്ടും? 85 എന്ന് കിട്ടും. 14ഉം 3ഉം തമ്മിൽ ഗുണിക്കുന്നു. 14നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് നമുക്ക് 42 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടുന്ന മൂല്യം എന്താ? 43/15 എന്നല്ലേ? ആണ്. ഓക്കെ. അപ്പൊ 43/15. 43ൽ എത്ര 15 ഉണ്ട്? 2 എണ്ണം. ബാക്കി എത്ര വരും? 2 15 30. ബാക്കി എത്രയാ? ഒരു 13 വരുന്നുണ്ട്. 13/15. അപ്പൊ മറ്റ് സബ്ജക്റ്റിനായി രവി മാറ്റി വെക്കുന്നത് അദ്ദേഹം പഠിക്കാൻ എടുക്കുന്ന അല്ലെങ്കിൽ അയാൾ പഠിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ എത്ര ഭാഗമാണ്? 213/15 hours ആണ്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റും. കുറയ്ക്കലാണ്. കൂട്ടൽ വലിയ കുഴപ്പമില്ല, നമ്മൾ ചെയ്യും. കുറയ്ക്കുമ്പം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിന് മറ്റൊരു മാർഗമുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ 5 2/3 ഇല്ലടാ, അത് അതുപോലെ എഴുതുക. 5 2/3 മൈനസ് 2 4/5. ഇവരെ തമ്മിൽ കുറയ്ക്കാൻ പൂർണ്ണസംഖ്യകളായ 5ഉം 2ഉം ആദ്യം കുറയ്ക്കുക. 5ന്ന് 2 പോയാൽ ബാക്കി എത്രയാ? 3 അല്ലേ? ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3 2/3 മൈനസ് 4/5 എന്നാണ്. ആണല്ലോ? ഓക്കെ. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കണം. ആരെ കുറയ്ക്കണം? 3 2/3ൽ നിന്ന് 4/5 കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം 2/3 എന്ന് പറയുന്ന ഭിന്നസംഖ്യയിൽ നിന്ന് 4/5 എന്ന് പറയുന്ന ഭിന്നസംഖ്യ കുറയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. എന്താ കാരണം? അതൊരു വലിയ ഭിന്നസംഖ്യയാണ്. ആര്? 4/5 എന്ന് പറയുന്നത് ഒരു വലിയ ഭിന്നസംഖ്യയാണ്. അത് എവിടെ നിന്ന്? 2/3ൽ നിന്ന് കുറയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റും. എങ്ങനെയാ? ഈ 3 2/3 എന്ന് പറയുന്ന അല്ലെങ്കിൽ 3ഉം 3-ൽ 2 എന്ന് പറയുന്ന ഭിന്നസംഖ്യ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. 2 പ്ലസ് 1 2/3 എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? 2 പ്ലസ് 1 2/3 സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു പൂർണ്ണസംഖ്യ, ഇവിടെ ഒരു ഭിന്നസംഖ്യ അല്ലെ? ഇതിൽ നിന്ന് വേണം നമുക്ക് ഈ ഭിന്നസംഖ്യ കുറയ്ക്കാൻ. ഇത് സൗകര്യമായിരിക്കും. ഈ 2 ഇവിടെ തന്നെ കിടന്നോട്ടെ. ഇവിടെയുള്ള 1 2/3 ഒന്ന് മാറ്റി എഴുതിയേ. 1 2/3. 1 2/3 എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാ? 1 into 3. 3 plus 2 എങ്ങനെ എഴുതാ? 5/3. കണ്ടോ? 5/3ൽ നിന്ന് ആരെ കുറയ്ക്കുക? 4/5നെ കുറയ്ക്കുക. ഇവരെ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അതായത് 5 3 15. ഓക്കെ, അത് നമ്മൾ അതുപോലെ എഴുതി. 5ഉം 5ഉം ഗുണിക്കുന്നു, എത്ര കിട്ടുന്നു? 25 കിട്ടുന്നു. 4ഉം 3ഉം ഗുണിക്കുന്നു, എത്ര കിട്ടുന്നു? 12 എന്ന് കിട്ടുന്നു അല്ലെ?
അപ്പൊ 25-ൽ നിന്ന് 12 പോയാൽ ബാക്കി 13. ഇതിനെ 13/15 എന്ന് എഴുതുക അല്ലേ? അപ്പൊ ഭിന്നസംഖ്യകൾ മാത്രം കുറച്ചപ്പോ 13/15. അതിനോട് ആരെ കൂടെ ചേർത്താൽ മതി? രണ്ടും കൂടി ചേർത്താൽ മതി. അപ്പൊ 213/15 എന്ന് നമുക്ക് അങ്ങനെയും എഴുതാം കേട്ടോ. പൂർണ്ണമായി ഏതിലേക്ക്? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാതെയും ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. മറ്റൊരു ചോദ്യം, ഇവിടെ അഡിഷൻ വന്നിട്ടുണ്ട്, സബ്ട്രാക്ഷൻ വന്നിട്ടുണ്ട്. 2023 ചോദ്യമാണ്. കണ്ടോ? 3 1/6, 4 1/2, 2 2/3 മൈനസ് 1 11/12. കണ്ടോ? ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്. കൂട്ടിയെടുക്കാൻ രണ്ട് സംഖ്യകൾ. കൂട്ടേണ്ട സംഖ്യകൾ 2 പേർ, കുറയ്ക്കേണ്ട സംഖ്യകൾ 2 പേർ. ഇവർ രണ്ടുപേരെയും പ്രത്യേകം ഗ്രൂപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ 2 പേരെയും ഈ 2 സെറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകം ഗ്രൂപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടേണ്ടവരെ ഒരുമിച്ച് കൂട്ടെഴുതിയ ശേഷം കുറയ്ക്കേണ്ടവരെ കുറേശ്ശെ എന്ത് ചെയ്യുക? അതിൽ നിന്ന് കുറച്ച് മാറ്റുക. അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പൂർണ്ണസംഖ്യകളെ പ്രത്യേകവും ഭിന്നസംഖ്യകളെ പ്രത്യേകവും ഓപ്പറേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇതിനകത്തുള്ള പൂർണ്ണസംഖ്യകൾ 4 3 4 3 7. 7-ൽ നിന്ന് 2 കുറയ്ക്കുക, പിന്നെ 1 കുറയ്ക്കുക. അപ്പൊ 4 3 അല്ലെ? പൂർണ്ണസംഖ്യകൾ എടുക്കുമ്പോൾ 3 4, എന്നിട്ട് ഇതിൽ നിന്ന് 2 കുറയ്ക്കുക, 1 കുറയ്ക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇവിടെ ഒരു 3, ഇവിടെ ഒരു 2ഉം 1ഉം കൂടെ കുറച്ചല്ലോ. ബാക്കി ഇനി ഇവിടെ ആരേ ഉള്ളൂ? 4. അപ്പൊ പൂർണ്ണസംഖ്യകളുടെ ഭാഗം 4 ഫില്ലായി, അവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് ഭിന്നസംഖ്യകളിലേക്കല്ല. ഭിന്നസംഖ്യകളിലേക്കല്ല എന്ന് വെച്ചാൽ ആരൊക്കെയുണ്ട്? ഇവിടെ ഒരു 1/6 ഉണ്ട്, പിന്നെ ഒരു 1/2 ഉണ്ട്, പിന്നെ ഒരു 2/3 ഉണ്ട്, പിന്നെ ഒരു 11/12 ഉണ്ട്. പിടിയോ? ഈ ഭിന്നസംഖ്യകളെല്ലാം കൂട്ടുകയായാലും കുറയ്ക്കുകയായാലും ഛേദം തുല്യമാവണമല്ലോ. അപ്പൊ ആലോചിച്ചാൽ നിങ്ങൾക്കറിയാം, ഛേദം 6 2 3 12. കണ്ടോ? ഈ ഛേദങ്ങളെല്ലാം തുല്യാക്കണ്ടേ? അപ്പൊ 6 2 3 12 ഇവരുടെ LCM എടുക്കുക അല്ലെങ്കിൽ ലസാഗു എടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് 12 എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ 12-നെ നമ്മൾ പൊതുഛേദമാക്കിയാൽ 6 12 ആകാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 2. അതേ 2 മുകളിൽ ഗുണിച്ചാൽ മുകളിൽ 2 കിട്ടുമല്ലോ, പ്ലസ് ഇവിടെ ഒരു 2 അല്ലെ? ഈ 2 12 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഗുണിക്കണം. അതേ 6 മുകളിൽ കൊടുത്തേ. ഓക്കെ. ഇവിടെ ഒരു 3, ഈ 3 12 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. അതേ 4 മുകളിൽ കൊടുത്തേ. എന്ത് കിട്ടും? പിടിയോ? ഇവിടെ ഓൾറെഡി 12 ആണ്, അപ്പൊ പിന്നെ അത് മാറ്റാനില്ല. 11 തന്നെ എഴുതിക്കോ. കഴിഞ്ഞു. സെറ്റായോ? ചെയ്ത കാര്യം മനസ്സിലായോ? അപ്പോ നമ്മൾ എന്ത് ചെയ്തു? പൊതുഛേദമായി 12-നെ എടുത്തു. കൂട്ടേണ്ടവരെല്ലാം കൂട്ടുന്നു, കുറയ്ക്കേണ്ടവരെല്ലാം കുറയ്ക്കുന്നു. അപ്പൊ 12 നമ്മൾ അതുപോലെ എഴുതുകയാണേ. നോക്കടാ, ഈ 6ഉം 2ഉം കൂടെ 8 അല്ലേ? 6ഉം 2ഉം 8. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6ഉം 2ഉം 8 ആണ് എങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചോ, 6ഉം 2ഉം 8 ആണ്. ഇവിടെ ഒരു -8 ഇല്ലേ? അതങ്ങ് പോയി. ഇനി ബാക്കി ആരേ ഉള്ളൂ? ഒരു -11 മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇവരെ ഓപ്പറേറ്റ് ചെയ്താൽ ബാക്കി റിസൾട്ട് -11/12 ആണ്. അപ്പൊ ശരിക്കും നമുക്ക് ഇവിടെ ഒരു പൂർണ്ണസംഖ്യ 4 കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഭിന്നസംഖ്യയുടെ സൈഡ് ഓപ്പറേറ്റ് ചെയ്തപ്പോ -11/12 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ട എത്ര ഉള്ളൂ? 4 - 11/12 അങ്ങ് ചെയ്യാം. 4-ൽ നിന്ന് ആരെ കുറയ്ക്കുക? 11/12 കുറയ്ക്കുക. അപ്പൊ ഛേദം തുല്യമാക്കണമെങ്കിൽ ഈ 4-ന്റെ ഛേദം 1 ആണല്ലോ. അപ്പൊ ആ 1-നെ കൂടി നമ്മൾ 12 ആക്കണമല്ലോ. ആക്കണം. അപ്പൊ 12 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഛേദമായ 1-ൽ 12 ഗുണിക്കുമ്പോൾ 4-ലും 12 ഗുണിക്കണം. അപ്പൊ 4 × 12 48 -11. 48-ൽ നിന്ന് 11 കുറച്ചാൽ ബാക്കി നമുക്ക് കിട്ടുന്ന 37 അല്ലേടാ? അല്ലെ? അപ്പൊ 37/12 എന്ന് തരാം. 37/12. ഇത് നമ്മൾ കൃത്യമായി കൺവേർട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? 3 1/12 എന്ന് കിട്ടും. 3ഉം 12-ൽ 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ തൽക്കാലം ഓപ്ഷനകത്ത് അതില്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ സി ചൂസ് ചെയ്യുന്നു. സന്തോഷത്തോടു കൂടി മടങ്ങും കേട്ടോ. അല്ലാതെ ഇവരെല്ലാവരെയും എന്ത് ചെയ്തിട്ട് മിശ്രഭിന്നം മാറ്റി വിഷമഭിന്നമാക്കിയിട്ട് പൊതുഛേദമാക്കി ചെയ്താലും ഉത്തരം കിട്ടും. പക്ഷെ നമ്മൾ അത്രയും കൺവേർട്ട് ചെയ്യണം, പിന്നെ അതിനകത്ത് അംശങ്ങളെ തുല്യമാക്കണം. അങ്ങനെയൊക്കെ കുറേ അധികം ജോലി ഉള്ളത് കൊണ്ട് അത് വഴിക്ക് പോയില്ല എന്നേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് വിഷമഭിന്നം ആയതുകൊണ്ട് ഇതിനെ മുഴുവൻ വിഷമഭിന്നം ആക്കി ചെയ്താലും തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയാലോ. ഇവിടെ എന്താ ചെയ്യുന്നത്? 3 1/6-നെ ഒന്ന് മാറ്റാം.
3 1/6 എന്ന് വെച്ചാൽ ശരിക്കും ആരാ 19/6 അല്ലേ, അത് അതുപോലെ എഴുതുക. ഓക്കെ, പ്ലസ് 4 1/2 എന്ന് വെച്ചാൽ ആരാ, അത് 9/2 എന്നല്ലേ. ഓക്കെ, അത് അതുപോലെ എഴുതി. 2 2/3 എന്ന് വെച്ചാൽ ആരാ, 2 2/3 എന്ന് വെച്ചാൽ ആരാ, 8/3 എന്നാണ്. ഓക്കെ, 1 11/12 എന്ന് വെച്ചാലോ, 1 11/12 എന്ന് വെച്ചാൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റുന്ന എന്താണ്, 12ഉം 11ഉം 23 അല്ലെ, 23/12 ഇങ്ങനെ എഴുതുക. ഇനി ഇവിടെ നിന്ന് പൊതുഛേദം എടുത്താലോ, എല്ലാ സ്ഥലത്തും 12നെ നമ്മൾ ഛേദമാക്കി എഴുതുകയാണെങ്കിൽ നോക്കടാ, ഈ 6 12 ആകാൻ എന്ത് വേണം, ഇരട്ടി എടുക്കണം. അപ്പൊ 19ന്റെ ഇരട്ടി വേണ്ടേ, വേണം. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു, 38 എന്ന് എഴുതുന്നു. ഈ 2 12ലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം, 6 മടങ്ങ് എടുക്കണം. അപ്പൊ 9ന്റെ 6 മടങ്ങ് എടുത്തേ, 6 9 54 ശരിയല്ലേ, മൈനസ് ഈ 3 12ലേക്ക് വരണമെങ്കിലോ 4 മടങ്ങ് എടുക്കണം. അപ്പൊ 4 8 32 മൈനസ് 23 ശരിയല്ലേ. അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ 38 54 അതിൽ നിന്ന് 32 23 കുറയ്ക്കലാണ്, ശരിയല്ലേ. അപ്പൊ 38 54 ഒരുമിച്ചെടുക്കുക, 38 54 കൂട്ടി എഴുതാം, എത്ര കിട്ടും, അവിടെ എന്താ കിട്ടുക, അവിടെ 80 പിന്നെന്താണ് 12 92, അതിൽ നിന്ന് നമുക്ക് ഓരോരുത്തരെ കുറച്ച് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 38ൽ നിന്ന് 32 കുറയ്ക്കുക, എന്നിട്ട് 54ൽ നിന്ന് 23 കുറയ്ക്കുക, എന്നിട്ട് ബാക്കി കൂട്ടി എഴുതുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ തൽക്കാലം നമുക്ക് ചെയ്യാൻ സൗകര്യം എന്താന്ന് വെച്ചാൽ ഇവരെ ഒന്ന് കൂട്ടിയിട്ട് 92 എന്ന് എഴുതുക. 92ൽ നിന്ന് 32 ആദ്യം കുറച്ചാൽ 60 കിട്ടും. 60ൽ നിന്ന് പിന്നെ 23 കുറയ്ക്കുക അല്ലെ, അതിനേക്കാളും നല്ലത് 32നെ 23നെ ഒരുമിച്ചെടുക്കുക. അപ്പൊ എത്ര കിട്ടും, 55 എന്ന് കിട്ടത്തില്ലേ. ഓക്കെ, അപ്പൊ 92 മൈനസ് 55, 90ൽ നിന്ന് 50 പോയാൽ ബാക്കി എത്രയാ, 90ൽ നിന്ന് 50 പോയാൽ 40. അപ്പൊ 42 5 കുറച്ചാൽ മതി അല്ലെ. താഴെ 2 12 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 37/12 കണ്ടോ കേട്ടോ. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത മെത്തേഡ് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്. അവിടെ നമുക്ക് ഉത്തരം എന്തായിട്ട് കിട്ടുന്നു എങ്കിൽ, അതൊരു മിശ്ര ഭിന്നായിട്ട് കിട്ടുന്നു എങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. പക്ഷേ ഇവിടെ നമ്മുടെ ഉത്തരം ഏതിലാണ്, വിഷമ ഭിന്നത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് എല്ലാത്തിനെയും വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും കേട്ടോ. അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതാണ് നിങ്ങളുടെ സൗകര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതോ അത് വെച്ചിട്ട് ചെയ്തു വെച്ചോ. ഓക്കെ, അതുപോലെ അടുത്തൊരു ചോദ്യം കണ്ടോ, 6 7/11 പ്ലസ് 13 15/22 മൈനസ് 7 3/55 മൈനസ് എക്സ് ഈക്വൽ ടു 7 13/110 ദെൻ എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ മൂല്യം എത്ര. ഇതിനിടയിൽ വന്നിരിക്കുന്ന ഈ ഒരു എക്സ് ആണ് നമ്മുടെ വില്ലൻ, അറിയാലോ അല്ലെ. അപ്പൊ ആ എക്സ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് 2022 ചോദ്യമാണ് ഇത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൈനസ് എക്സിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെയുള്ള സംഖ്യ ഏതോ അതിനെ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. പരിപാടി കഴിഞ്ഞു, നമ്മുടെ ഏകദേശ ജോലി അതോടുകൂടി അങ്ങ് തീരും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ നമ്പർ അതുപോലെ എഴുതുകയാണേ, 6 7/11 നമ്മൾ അതുപോലെ എഴുതി, പ്ലസ് 13 15/22 അതുപോലെ എഴുതി, മൈനസ് 7 3/55 അതുപോലെ എഴുതി. ഇവിടെ ഈക്വൽ സൈനിന്റെ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന വാല്യൂ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, മൈനസ് തന്നെയാണ്. അതെന്താണ് 7 13/110 എന്നാണ്. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിലുള്ള മൈനസ് വാല്യൂ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറുന്നു, എക്സ് ആയിട്ട് മാറുന്നു. കണ്ടോ. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇത്രയും ഓപ്പറേഷൻസ് കൃത്യമായി ചെയ്താൽ നമുക്ക് എക്സിന്റെ മൂല്യത്തിലേക്ക് എത്താം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണസംഖ്യകൾ ഒരുമിച്ച് ചെയ്യുക, ഭിന്നസംഖ്യകൾ ഒരുമിച്ച് ചെയ്യുക, അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ 6ഉം 13ഉം തമ്മിൽ കൂട്ടാം. പൂർണ്ണസംഖ്യകൾ എന്ന് പറയുമ്പോൾ 6ഉം 13ഉം ആണല്ലോ, കൂട്ടിയാൽ എത്ര കിട്ടും, 19 എന്ന് കിട്ടും. ഓക്കെ, പോസിറ്റീവ് സംഖ്യകളാ. ഇനി മൈനസ് വരുന്ന ആരൊക്കെയാ, 7 7 ആണ്. അപ്പൊ 7 7 എത്രയാ, 14. കണ്ടോ. അപ്പൊ 19ൽ നിന്ന് 14 കുറയ്ക്കുക. 19ൽ നിന്ന് നമ്മൾ ആരെ കുറയ്ക്കുന്നു, 14നെ കുറയ്ക്കുന്നു. കുഴപ്പമുണ്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്താ കിട്ടുക, 5 എന്ന് കിട്ടും. അപ്പൊ പൂർണ്ണസംഖ്യകളെ നമ്മൾ അവിടെ അങ്ങ് നിർത്തി. ഇനി നോക്കുമ്പോൾ അടുത്ത സംഖ്യകൾ നോക്കിയേ, 7/11 പ്ലസ് 15/22 മൈനസ് 3/55 മൈനസ് 13/110 110. ഇത് ഇത്ര എഴുതി വെച്ചു.
ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പൊതുഛേദം ഉണ്ടെങ്കിലല്ലേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടെ എടുക്കാൻ പറ്റുന്ന ഒരു പൊതുഛേദം എന്ന് വെച്ചാൽ 11ന്റെയും 22ന്റെയും 55ന്റെയും ഒരു മൾട്ടിപ്പിൾ ആണ് ആര്? 110. അതുകൊണ്ട് ഞാൻ പൊതുഛേദമായിട്ട് ആരെ തന്നെ ഫിക്സ് ചെയ്യുന്നു? 110നെ 110നെ തന്നെ ഫിക്സ് ചെയ്യുന്നു. അപ്പൊ 110ലേക്ക് 11നെ കൊണ്ടുപോകാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 10 കൊണ്ട് ഗുണിക്കണം വേണ്ടേ? അതുകൊണ്ട് തന്നെ മുകളിൽ 10 കൊണ്ട് ഗുണിക്കുന്നു 70. 22നെ 110ലേക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം? 22 110 ആകണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ അതേ 5 മുകളിൽ ഗുണിക്കണ്ടേ? യെസ്. അപ്പൊ അതെന്തായിട്ട് മാറും? 75 ആയിട്ട് മാറും. 15 × 5 75. ഇനി 55 110ലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണോടാ? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ആ 3നെ കൂടി 2 കൊണ്ട് ഗുണിച്ചിട്ടേ -6 എന്ന് എഴുതാമല്ലോ. ഓൾറെഡി 110 ഉണ്ട്. അപ്പൊ മുകളിലത്തെ 13 -13 അതുപോലെ അങ്ങ് എഴുതി വെക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് നോക്കിക്കോ. 70ഉം 75ഉം കൂടെ എത്രയായി? 145 ആയി അല്ലെ? 6ഉം 13ഉം കൂടെ എത്രയായി? 19 ആയി. മനസ്സിലായോ? 70ഉം 75ഉം 145, 6ഉം 13ഉം 19 അല്ലെ? അപ്പൊ 145ൽ നിന്ന് 19 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 126 എന്നല്ലേ ആണ്. അപ്പൊ 126/110 എന്ന് കിട്ടും അല്ലെ? 126/110 എന്ന് പറയുന്ന ഒരു വിഷമഭിന്നാണ്. ഇതിനെ കൺവേർട്ട് ചെയ്താൽ 116/110 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. 116/110. ഈ 16ഉം 110ഉം രണ്ടിന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താലേ 8/55 എന്ന് എഴുതിക്കൂടെ? പിടികിട്ടിയോ? അപ്പൊ ഇവരെ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 8/55 ആണല്ലോ. ഇത് ഭിന്നസംഖ്യകളുടെ റിസൾട്ട് ആണ്. പൂർണ്ണസംഖ്യകൾ ഓൾറെഡി നമ്മൾ 5 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 5ലേക്ക് നമ്മൾ ആരെ കൂടെ ചേർത്ത് കൊടുക്കുക? ഈ 8/55ഉം കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലാതെ ഈ ചോദ്യത്തിൽ കാണുന്ന ഭീകരാവസ്ഥയൊന്നും ഉത്തരത്തിലേക്ക് വരുമ്പോ ഇല്ല. അപ്പൊ 5 1 എത്രയായി? 6 ആയി. 6 എഴുതി കഴിഞ്ഞാൽ പിന്നെ ആരും കൂടെ ഉള്ളൂ? 8/55ഉം കൂടെ ആൻസറിൽ വരുന്നുള്ളൂ. അപ്പൊ ആൻസർ 6 8/55 എന്നാണ് കേട്ടോ. ആൻസർ എന്താണ്? 6ഉം 55ൽ 8 എന്നോ 6ഉം 8/55 എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. ആൻസർ ഏതാണ്? 6 8/55. നല്ല ചോദ്യമാണ്. 2022ലെ ചോദ്യമായിരുന്നു. ശ്രദ്ധിക്കും. മറ്റൊരു ചോദ്യം, വാല്യൂ ഓഫ് 1/3 ഓഫ് 1/2 ഓഫ് 1/5 ഓഫ് 1/4 ഓഫ് 90840 ഈസ്. ഈ ഓഫ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഞെട്ടലുണ്ടോ? നമ്മൾ ബോർഡ് മാസ് റൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഓഫ് കാണാറുണ്ട് അല്ലെ? ഓഫ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഭിന്നസംഖ്യ ഒരു സംഖ്യയോട് ഗുണിച്ചു എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? ഓഫ് എന്ന് പറയുന്നു എന്നുള്ളൂ. അത് ശരിക്കും എന്താണ്? ഓപ്പറേഷൻ ഗുണനമാണ് കേട്ടോ. അപ്പൊ ശരിക്കും എങ്ങനെ വായിക്കിയത്? 1/3 ഇൻറ്റു 1/2 ഇൻറ്റു 1/5 ഇൻറ്റു 1/4 ഇൻറ്റു 90840 ഇത്രയാണുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഛേദത്തിൽ വരുന്ന സംഖ്യകൾ 3 2 5 4 ഇവരെ ഗുണിച്ചാലോ? 5 × 2 10 ആണല്ലോ. 3 × 4 12 ആണല്ലോ. അപ്പൊ 12 × 10 എന്ന് വെച്ചാൽ 120 ശരിയല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് 1/120 എന്ന് എഴുതാം. 1/120 ഇൻറ്റു 90840 എന്നല്ലേ? ഈ 0 0 നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. ശരിയല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ചാൽ മതി, 984 അല്ലെങ്കിൽ 9084നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ യൂണിറ്റ് പ്ലേസ് 4 ആണ്, ഇവിടെ ഒരു 2 ആണ്. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നുകിൽ 2 കിട്ടണം അല്ലെ? അല്ല എന്നുണ്ടെങ്കിൽ ഈ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടണം? 7 കിട്ടണം. അതേതാ കൺസെപ്റ്റ്? 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. എന്നാൽ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടുന്ന അറിയാലോ? 7 × 2 14 ആയതുകൊണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഏതെങ്കിലും യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ആൻസർ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഉണ്ടല്ലോ. യെസ്. അപ്പൊ ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഒരു സംഗതി കിടപ്പുള്ളതുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്യരുത്. ചിലപ്പോൾ 2 ഓപ്ഷൻ വരുന്ന ഒരു ആൻസർ ആയിരിക്കും, അല്ലെങ്കിൽ 2 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒരു ആൻസർ ആയിരിക്കും. അത് അവർ തരാതെ നൺ ഓഫ് ദീസ് തന്നതാണെങ്കിലോ അല്ലെ? അപ്പൊ ഇതിനൊന്ന് ചെറുതാക്കി തന്നെ ചെയ്യാം. 9084നെ 9084നെ നമുക്ക് എന്ത് ചെയ്യാം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? ഈ 9084 എന്ന് പറയുന്ന സംഖ്യ എന്തായാലും 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9084നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. 9 എത്രയാ? 2. പിന്നെ എത്രയാ? 10. 10ൽ എത്ര എണ്ണം വരുന്നുണ്ട്? പിന്നെയും 2 വരുന്നുണ്ട്. 28 വരുന്നുണ്ട്. അവിടെ 7 വരുന്നുണ്ട്. പിന്നെ വരുന്നതോ 1. കണ്ടോ?
ഇതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 അല്ലേ ഉള്ളൂ? യെസ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 എന്തായാലും കിട്ടും. ശരിയല്ലേ? പിന്നെ വരുന്ന എന്താണ്? ഉറപ്പായിട്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, 7 കിട്ടിക്കഴിഞ്ഞു. ബാക്കി എന്താണുള്ളത്? പിന്നെ 1. അപ്പൊ 17. 17 എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. പിന്നെ 21 കണ്ടോ? അപ്പൊ ആൻസർ 757. അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഇത് അത്ര വലിയ കാര്യമല്ല. ഈ ഓഫ് കണ്ടിട്ട് നിങ്ങൾ പേടിച്ചു പോകാതിരുന്നാൽ മതി. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഉറപ്പിക്കുന്നു 7, 5, 7. ഉറപ്പിച്ചേ. അടുത്തൊരു ചോദ്യം കണ്ടോ? ചോദ്യം ഇതുപോലെ എനിക്ക് ഇവിടെ സ്ലൈഡിൽ പ്രസന്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുപോലെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അത് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്താണ് അത് ചോദ്യം ഒന്ന് എഴുതി കാണിക്കാം. ഇതിങ്ങനെയാണ്: 3.5. ഇതിൽ നിന്ന് 2 1/3 കുറയ്ക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1/3 കൂടി കുറയ്ക്കുകയാണ് കേട്ടോ. താഴെ ആരാ വരുന്നതെന്നുണ്ടോ? അവിടെ കുറച്ച് കോംപ്ലക്സ് ആണ് അല്ലേ? എങ്ങനെയാ? 5 1/2 ഇൻറ്റു 5/11 അല്ലെ? ഇത് ബ്രാക്കറ്റിനുള്ളിൽ -1 2/3 എന്നാ കണ്ടോ? അപ്പൊ മുകളിലുള്ള എല്ലാം ഒരുമിച്ച് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? താഴെയുള്ളത് സെപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവരെ കമ്പൈൻ ചെയ്തായിരിക്കും നല്ലത്. അപ്പൊ മുകളിലുള്ള ഭിന്നസംഖ്യകളെ നമുക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. 3.5 മൈനസ് 2 1/3 മൈനസ് 1/3 എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി. 3 1/2 മൈനസ് 2 1/3 മൈനസ് 1/3. ഈ 1/3 1/3 കണ്ട ഉടനെ ചാടി വെട്ടരുത്. കാരണം അവർ രണ്ടുപേരും നെഗറ്റീവ് ആട്ടോ. നെഗറ്റീവ് എന്ന് വെച്ചാൽ രണ്ടുപേരും കുറയ്ക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൈനസ് വരുന്ന ആൾക്കാരില്ലേ, ഇവരെ രണ്ടുപേരും ഒരുമിച്ചെടുക്കാം. ഇവരൊന്ന് കൂട്ടിയെഴുതും. അങ്ങനെ ചെയ്യാൻ പാടില്ലേ? ഇവരെ രണ്ടുപേരും നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒന്ന് കൂട്ടിയെഴുതാം. ശരിയല്ലേ? അതായത് 3 1/2 അവിടെ തന്നെ കിടന്നോട്ടെ, മൈനസ് 2 1/3 പ്ലസ് 1/3 എന്ന് വെച്ചാൽ 2 1/3 പ്ലസ് 1/3 എന്നല്ലേ? 1/3 പ്ലസ് 1/3 എന്താ? 1/3 പ്ലസ് 1/3 എന്ന് വെച്ചാൽ 2/3 എന്നല്ലേ കിട്ടുക? അങ്ങനെ നമുക്ക് ചെയ്യാം. അവരൊരുമിച്ചായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. എങ്ങനെ മൈനസ് ചെയ്യും? ഇവിടെ ഉള്ളത് എന്തായിരുന്നു? 3 1/2 എന്ന് വെച്ചാൽ 7/2 ആയിരുന്നു. അത് അതുപോലെ എഴുതി. 2 2/3 എന്ന് വെച്ചാൽ ആരാ? 2 2/3 എന്ന് വെച്ചാൽ 8/3 ആണ്. അപ്പൊ അത് അതുപോലെ എഴുതുക. 2 2/3 എന്ന് വെച്ചാൽ 8/3 ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ താഴെയുള്ളത് 6 നമ്മൾ അതുപോലെ എഴുതി. മുകളിലോ 3 × 7 21. പിന്നെയോ 8 × 2 16. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ? 5/6 എന്നല്ലേ? അപ്പൊ മുകളിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 5/6. അതവിടെ കിടക്കട്ടെ. അതായത് മുകൾ സൈഡ് അല്ലെങ്കിൽ അംശത്തിൽ വന്ന വാല്യൂ ആണ് നമ്മളിപ്പോ എന്ത് ചെയ്തത്? 5/6 എന്ന് കണ്ടെത്തിയത്. ഇനി ഛേദത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയുണ്ട്? 5 1/2 എന്ന് വെച്ചാൽ ആരാ? 5 1/2 എന്ന് വെച്ചാൽ ആരാ? 11/2 എന്നാണ്. 11ന്റെ പകുതി എന്നല്ലേ? പിന്നെ അതിന്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആരായിരുന്നു? 5/11 ആയിരുന്നു. ഇത് കാണുമ്പോ തന്നെ നമുക്കറിയാൻ വെട്ടിപ്പോവും അല്ലേ? 11 11 വെട്ടിപ്പോവും അല്ലെ? പിന്നെ ആരേ ഉള്ളൂ? ഒരു 5/2 മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് ആരെ കുറയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്? 1 2/3 കുറയ്ക്കാനാ. 1 2/3 കുറയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1 2/3 എന്ന് വെച്ചാൽ ആരാ ശരിക്കും? 1 2/3 എന്ന് വെച്ചാൽ 3 എന്തായാലും അതുപോലെ തന്നെ വരും. പിന്നെ ആരാ? 5 എന്തായാലും വരും അല്ലെ? 3നോട് 2 കൂട്ടി 5. ഇത്രയും നമുക്ക് ചെയ്യാമല്ലോ. ഇനി നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്ന എന്താന്ന് നോക്ക്. ഇതിന് നമുക്ക് 5/2 എന്ന് എഴുതാം. എന്നിട്ട് ഇതിൽ നിന്ന് 5/3 നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. 5/2 നിന്ന് 5/3 കുറയ്ക്കാം. 5/2 നിന്ന് 5/3 കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്ത 6 എടുത്തു. 5 × 3 15. ഇതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യാം? 5 × 2 10 മൈനസ് ചെയ്യാം. അപ്പൊ ശരിക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്? 5/6 എന്ന് തന്നെ കിട്ടുന്നില്ലേ അല്ലെ? മുകളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തപ്പോ നമുക്കൊരു 5/6 കിട്ടി. താഴെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തപ്പോഴും 5/6 കിട്ടി. ഈ ഒരേ സംഖ്യകൾ തന്നെ കിട്ടുകയാണ്. അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യകൾ തന്നെ കിട്ടിയാൽ ഇവരെ ഡിവൈഡ് ചെയ്ത റിസൾട്ട് 1 എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അവരെ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ തമ്മിൽ ഹരിച്ചിട്ട് നമ്മൾ എഴുതുന്ന റിസൾട്ട് 1 എന്നാണ്. പിടികിട്ടിയോ? 1. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇവിടുത്തെ റിസൾട്ട് നമ്മൾ ഉറപ്പിക്കുന്നു 1. അപ്പൊ ഒന്ന് ക്ഷമയോടുകൂടി ചെയ്യുക. വീണ്ടും വീണ്ടും ചെയ്യുക. ഈ ഒരു ചോദ്യം തന്നെ നിങ്ങൾ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഇതേ ചോദ്യം തന്നെ എന്ത് ചെയ്യുക? ഒരു 4 തവണ ചെയ്യുക, അല്ലെങ്കിൽ 5 തവണ ചെയ്യുക. നിങ്ങളുടെ വേഗത വർദ്ധിക്കണമെങ്കിൽ ഒരേ മോഡലിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് ആ നമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സുമായിട്ട് നമ്മളൊരു കരാർ ഉണ്ടാക്കിയെടുക്കുക.
എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയത്ത് ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തൊരു ചോദ്യം. ദ ഡെസിമൽ നമ്പർ ഇക്വാലൻ ടു 1/5 പ്ലസ് 1/4 പ്ലസ് 3/10 എന്നാണ്. കണ്ടോ, ഇതിനകത്താണ് നമ്മൾ ഡെസിമൽ എന്ന വേർഡ് പോലും കേട്ടത് കേട്ടോ. ഈ തന്നിരിക്കുന്ന 1/5, 1/4, 3/10 ഈ സംഖ്യകളുടെ ഡെസിമൽ ഫോം എഴുതാമോ എന്നാണ് ഇവരുടെ തുകയുടെ. ഈ 1/5 എന്ന് പറയുന്ന മൂല്യം നിങ്ങൾക്ക് അറിയാലോ അല്ലെ, 5-1 നമുക്ക് വേണമെങ്കിൽ 2/10 എന്ന് എഴുതാം അല്ലേ, എഴുതാൻ പാടില്ലേ, പറ്റും. ഓക്കെ, ഇനി ഈ 1/4 എന്ന് വെച്ചാൽ ശരിക്കും എന്താ, കാലെന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അത് നമ്മൾ ഇനിയിപ്പോ പ്രത്യേകിച്ച് എഴുതണമെന്നില്ല, നമുക്കതിന് 0.25 എന്ന് തന്നെ എഴുതാം. 3/10 എന്ന് വെച്ചാൽ ശരിക്കും ആരാ, 3/10 എന്ന് വെച്ചാൽ 0.3 എന്നല്ലേ. ഓക്കെ, അപ്പൊ ഈ 2/10 എന്ന് വെച്ചാൽ 0.2 ആണ്. അതിനോട് ആരെ കൂട്ടുക, 0.25 കൂട്ടുക, പിന്നെ ആരാണ് 0.3 കൂടി ഇവിടെ ഒന്ന് കൂട്ടുക, കാര്യം കഴിഞ്ഞു. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് 0.75. കണ്ടോ, ഓരോന്നിന്റെയും ഡെസിമൽ ഫോം എഴുതാൻ കഴിയുമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. പിടികിട്ടിയോ, ഇത്രേ ഉള്ളു കാര്യം. ഇവിടെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഓരോ ഭിന്നസംഖ്യയും നമ്മൾ എന്ത് ചെയ്തു, ദശാംശ രൂപത്തിലേക്ക് മാറ്റി ദശാംശത്തെ ആഡ് ചെയ്തു. ഇനി മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം പൊതുവായ ഒരു ഛേദം ഉണ്ടാക്കുക. 5, 4, 10 ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ഛേദമായിട്ട് നമുക്ക് ആരെ പരിഗണിക്കാം, 100നെ പരിഗണിക്കാം കേട്ടോ. 5നെ 100 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 20 കൊണ്ട് ഗുണിക്കണം. മുകളിൽ 20 കൊണ്ട് ഗുണിച്ചു. 4നെ 100 ആക്കണമെങ്കിൽ 25 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മുകളിൽ 25 കൊണ്ട് ഗുണിച്ചു. 10നെ 100 ആക്കണമെങ്കിൽ 10 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മുകളിൽ 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 3 30 അല്ലെ. ഇവരൊന്ന് കൂട്ടിയപ്പോ എന്ത് കിട്ടും, 75/100 എന്ന് കിട്ടത്തില്ലേ അല്ലെ. 75നെ 100 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 0.75 എന്നാ, 0.75. സെറ്റ്. പരിപാടി മനസ്സിലായോ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഭിന്നസംഖ്യ പൂർണ്ണമായിട്ട് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ദശാംശത്തിലേക്ക് മാറ്റിയിട്ട് അവരെ ആഡ് ചെയ്താലും മതി. മറ്റൊരു ചോദ്യം, ഇത് ശരിക്കും ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഓപ്പറേഷൻ ഡിവിഷൻ ആണ്. പക്ഷെ ഭിന്നസംഖ്യകളുടെ സ്ട്രക്ചർ ഈ ചോദ്യത്തിൽ കാര്യമായി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ചോദ്യത്തെ നമ്മൾ ഭിന്നസംഖ്യയിലേക്ക് ഉൾപ്പെടുത്തിയത്. എന്താന്ന് വെച്ചാൽ ഡിഫറൻസ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 1365. 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1365 ആണ്. ഓൺ ഡിവൈഡിങ് ദ ലാർജർ നമ്പർ ബൈ ദ സ്മോളർ, വലിയ സംഖ്യ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് 6 ആസ് കോഷ്യന്റ് ആൻഡ് 15 ആസ് റിമൈൻഡർ. വാട്ട് ഈസ് ദ സ്മോളർ നമ്പർ എന്നാണ് ചോദ്യം. മനസ്സിലായോ, ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ ഡിവിഷന്റെ ഒരു സ്ട്രക്ചർ നമുക്കറിയണം കേട്ടോ. അതായത് വലിയ സംഖ്യ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 6 ഹരണഫലമായിട്ടും കേട്ടോ 15 അവിടുത്തെ ശിഷ്ടമായിട്ട് റിമൈൻഡർ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള ചെറിയ നമ്പർ ആരെന്നാണ്. അപ്പൊ വലിയ നമ്പറിനെയും ചെറിയ നമ്പറിനെയും ഞാൻ AB എന്ന രീതിയിൽ എടുക്കുകയാണ്, Aയും Bയും. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ 20 എന്ന് പറയുന്ന ഒരു സംഖ്യയെ ഞാനൊരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കും. 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 6, 3, 18 എന്ന് കിട്ടും. ബാക്കി എന്ത് കിട്ടുന്നുണ്ട്, ഒരു 2 റിമൈൻഡർ വരുന്നുണ്ട്. ശരിക്കും ഈ 20 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എന്തെന്ന് എഴുതാം, ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത നമ്പർ 3 ആണ്, കോഷ്യന്റ് 6 ആണ്, അതുപോലെ ഇവിടുത്തെ റിമൈൻഡർ 2 ആണ്. ഇവരെ നമുക്ക് ഏത് രൂപത്തിൽ എഴുതാം, 3 × 2 എന്നാണോ, അല്ല, 3 × 6 പ്ലസ് 2 എന്ന് എഴുതിയ തെറ്റുണ്ടോ, കുഴപ്പമില്ല. അപ്പൊ എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിൽ. എ എന്ന സംഖ്യയെ, വലിയ സംഖ്യ എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റ് 6ഉം ഇവിടുത്തെ റിമൈൻഡർ എത്ര എന്ന് കിട്ടുന്നുണ്ട്, 15 എന്നും കിട്ടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ അനുസരിച്ചാണെങ്കിൽ എ എന്ന സംഖ്യക്ക് പകരം 6b പ്ലസ് 15 എന്ന് എഴുതാൻ പാടില്ലേ, ഇങ്ങനെ എഴുതാൻ പറ്റൂലേ. ഇത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ എഴുതാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ തെറ്റും എന്നല്ല, ഉത്തരത്തിലേക്കേ പോകാൻ പറ്റൂല, ശരിയല്ലേ. അപ്പൊ വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയെ കോഷ്യന്റ് കൊണ്ട് ഗുണിച്ച ശേഷം എന്തും കൂടെ കൂട്ടുക, റിമൈൻഡറും കൂടെ കൂട്ടുക. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, a മൈനസ് ബി ആണല്ലോ തന്നിട്ടുള്ളത് 1365. എയും ബിയും തമ്മിൽ കുറച്ചാൽ 1365. എയുടെ വില എന്താണെന്ന് അറിയാലോ, എയുടെ വില എന്ന് വെച്ചാൽ 6b പ്ലസ് 15 എന്നാണ്. ഇതിൽ നിന്ന് ബി, രണ്ടാമത്തെ നമ്പർ അല്ലെങ്കിൽ ചെറിയ നമ്പറായ ബി കുറച്ചാൽ എത്ര കിട്ടും, 1365 എന്ന് കിട്ടും. അപ്പൊ 6bയിൽ നിന്ന് 1b കുറച്ചാൽ എന്ത് കിട്ടും, 5b എന്ന് കിട്ടും. 5bയോട് 15 കൂട്ടിയാൽ 1365.
5B-യോട് 15 കൂട്ടിയാൽ 1365. അങ്ങനെയാണെങ്കിൽ 5B എത്ര എന്ന് വെച്ചാലോ 1350 എന്ന് പറഞ്ഞൂടെ അല്ലെ? 5B എന്നത് 1350. അപ്പൊ B എന്താണ് എന്ന് ചോദിച്ചാൽ 1350/5. 1350-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 2 എന്തായാലും കിട്ടും, ഒരു 7 കിട്ടും, 0 കിട്ടും. നമ്പർ ഏതാന്ന് വെച്ചാൽ ചെറിയ നമ്പർ ഏതാന്ന് വെച്ചാൽ 270 എന്ന് പറഞ്ഞൂടെ? നമുക്ക് ചെറിയ നമ്പർ ആയിരുന്നു വേണ്ടത്. അപ്പൊ ആ ചെറിയ നമ്പർ ആരാണ്? 270 എന്നാണ്. കിട്ടിയോ? അപ്പൊ ഡിവിഷന്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ മാത്രമേ, അതിനാണ് ഞാൻ ആദ്യം ഒരു നമ്പർ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രക്ചർ കാണിച്ചത്. എന്നിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അതായത് എയെ ബി കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടുന്നു? 6 കോഷ്യന്റും 15 റിമൈൻഡറും കിട്ടുന്നുണ്ട് എങ്കിൽ എ എന്ന സംഖ്യയ്ക്ക് പകരം 6B+15 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റുമോ? പറ്റും, പറ്റണം. പറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉത്തരത്തിലേക്ക് പോകാൻ പറ്റൂ. സെറ്റല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ബി എന്ന നമ്പർ അല്ലെങ്കിൽ ചെറിയ സംഖ്യ ഏതാണ്? 270. അടുത്തൊരു ചോദ്യം, ലെറ്റ് PQR be positive integers such that when PQR are divided by 14, the remainders are 5, 8, 9 respectively. What will be the remainder when 2P plus 3Q minus 3R is divided by 14? ശ്രദ്ധിച്ചോണം, പിയും ക്യൂവും ആറും 3 സംഖ്യകളാണ്. ഈ 3 സംഖ്യകളെ കേട്ടോണം, പിയും ക്യൂവും ആറും 3 പോസിറ്റീവായിട്ടുള്ള സംഖ്യകളാണ്. ഈ സംഖ്യകളെ പി എന്ന് പറയുന്ന സംഖ്യയും ക്യൂവും ആറും ഇവരെല്ലാവരെയും നമ്മൾ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പിയെ ഡിവൈഡ് ചെയ്താൽ 5 റിമൈൻഡർ കിട്ടും കേട്ടോ. ക്യൂവിനെ ആണെങ്കിൽ 8 കിട്ടും, ആറിനെ ആണെങ്കിൽ 9 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 2P 3Q കേട്ടോ, 2Pയും 3Qവും തമ്മിൽ കൂട്ടുന്നു, അതിൽ നിന്നും 3R കുറയ്ക്കുന്നു, 3R കുറയ്ക്കുന്നു. ആ കിട്ടുന്ന റിസൾട്ട് നമ്പർ ഏതോ അതിന്റെ റിമൈൻഡർ എന്തായിരിക്കും? അല്ലെങ്കിൽ ആ കൂട്ടി കിട്ടുന്ന നമ്പർ എന്തോ അതിനെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും റിമൈൻഡർ? ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. എന്താ അറിയോ? ആദ്യം നിങ്ങൾ ആലോചിക്കുക, പിയെ നമ്മള് ഏതുകൊണ്ട് 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, പിയെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടും. ഉറപ്പായിട്ടും 5 എന്ന് കിട്ടും അല്ലെ? പിക്കാണെങ്കിൽ റിമൈൻഡർ 5. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇവിടെ 2P ഉണ്ട്. അപ്പൊ 2P പിയുടെ ഇരട്ടിയല്ലേടാ അല്ലെ? 2Pയെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഇപ്പൊ കിട്ടിയതിന്റെ ഇരട്ടി കിട്ടണ്ടേ? 5ന്റെ ഇരട്ടി കിട്ടണ്ടേ? 10 കിട്ടണം. ശരിയല്ലേ? അത് കഴിഞ്ഞ് ക്യൂവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഏതുകൊണ്ട്? ക്യൂ എന്ന നമ്പറിനെ നമ്മളിപ്പോ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന റിമൈൻഡർ എത്രയാ? 8 ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ 3Q എടുക്കുകയാണെങ്കിലോ, 3Qവിനെ 3 ഇരട്ടിയാട്ടോ. ക്യൂവിന് 8 ആണെങ്കിൽ 3Qവിനെ ഏതുകൊണ്ട്? 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8ന്റെ 3 ഇരട്ടി കിട്ടണ്ടേ? 8ന്റെ 3 ഇരട്ടി കിട്ടണം. 8ന്റെ 3 ഇരട്ടി എന്ന് വെച്ചാൽ എത്രയാ? 24 എന്ന് കിട്ടണം. പക്ഷെ 24 കിട്ടോ? ഒരിക്കലും ഇല്ല. 24 കിട്ടാത്തതിന്റെ കാര്യം എന്താ? 24 14നേക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ 24നെ പിന്നെയും നമുക്ക് 14 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടുത്തെ റിമൈൻഡറും എത്രയാണെന്ന് എഴുതാം? 10 എന്ന് എഴുതാം. കാരണം മനസ്സിലായല്ലോ, 24 ഒരിക്കലും റിമൈൻഡർ ആയിട്ട് വരില്ല. 24 14നേക്കാളും വലുതാണ്. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ട് 6നെ നമ്മൾ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 6നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 9 കിട്ടും. അങ്ങനെയാണെങ്കിൽ 3R വന്നാലോ? 3R വന്നാലോ? അപ്പൊ 3R വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? 3R ഡിവൈഡഡ് ബൈ 14 ചെയ്ത് നോക്കാം അല്ലെ? 9 വരുന്നത് എങ്കിൽ 9ന്റെ 3 മടങ്ങ് എത്രയാ? 27 വരണ്ടേ അല്ലെ? 27 വരണം. പക്ഷെ ഒരിക്കലും 27 നമ്മൾ അംഗീകരിക്കില്ല. കാരണം എന്താ? 27 14നേക്കാളും വലുതാണ്. അപ്പൊ 27നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടുള്ളൂ? 13 എന്നേ കിട്ടത്തുള്ളൂ. പിടികിട്ടിയോ? അപ്പൊ 2Pയുടെ റിമൈൻഡർ 10, 3Qവിന്റെ റിമൈൻഡർ എത്രയാ? 10. അതുപോലെ 3Rന്റെ റിമൈൻഡർ 13. അതായത് ഇവരെന്തായാലും നമുക്ക് കൂട്ടണമല്ലോ. 2P എന്ന് വെച്ചാൽ എത്രയാ? 10. 3Q 10, പിന്നെയോ 3R ആരാ? 13. ആദ്യത്തെ 2 വരെ കൂട്ടി അടുത്ത ആളിനെ കുറച്ചു. കണ്ടോ? അപ്പൊ 10ഉം 10ഉം 20, 20 നിന്ന് 13 പോയാൽ എത്ര കിട്ടി? 7. അപ്പൊ ശരിക്കും ഇവരുടെ 2P plus 3Q minus 3R എന്ന് പറയുന്ന സംഖ്യയെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തേ കിട്ടുള്ളൂ? റിമൈൻഡർ 7 എന്നേ കിട്ടുള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ആൻസർ ഏത് തന്നെയാണ്? 7 തന്നെയാണ്. കളയണ്ട കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്ടാ? 7 ആണ്. ഉറപ്പിച്ചോ? പിടികിട്ടിയോ?
ഓക്കെ ആണ്. അപ്പൊ നമ്മുടെ ഹോട്ട് ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ സോർട്ട് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരൊറ്റ ടോപ്പിക്കിലെ ചോദ്യം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 12 ചോദ്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ അവസാനം ചർച്ച ചെയ്ത 2 ചോദ്യങ്ങളില്ലേ, അവരൊരിക്കലും ഭിന്നസംഖ്യകളല്ല. ഭിന്നസംഖ്യകളുടെ സ്ട്രക്ചറുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക, ഇല്ലെങ്കിൽ ആ ചോദ്യത്തിലേക്ക് പോകാൻ പോലും പറ്റത്തില്ല. ചുമ്മാ ചോദ്യം വായിക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങളെ ചെയ്യുന്നുള്ളൂ. ഒരൊറ്റ ടോപ്പിക്ക് നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഹോട്ട് ടോപ്പിക്സ് താഴെ താഴെ നമ്മൾ ചെയ്തു വരും കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്സ് ആദ്യം ചെയ്യും, പിന്നെ കുറേശ്ശെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അവസാനം ചെയ്യും. ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കി ക്ലാസ്സുകൾക്കായി കാത്തിരിക്കുക. എന്നോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. ഒരു റിവിഷൻ പോലെ തന്നെ ഈ ക്ലാസ്സുകളെ പ്രയോജനപ്പെടുത്തുക. ഒരു ചോദ്യവും വിട്ടുകളയരുത് കേട്ടോ. ഈ ചോദ്യങ്ങളിൽ തന്നെ ജസ്റ്റ് നമ്പേഴ്സ് ഒക്കെ മാറ്റിയിട്ടായിരിക്കും മറ്റു ചോദ്യങ്ങൾ വരിക. അപ്പൊ അതൊന്ന് നോക്കിയിരിക്കുക കേട്ടോ. അപ്പൊ കാര്യമായി പഠിക്കുക. ടോപ്പിക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. റിവിഷന് പരമാവധി സമയം കൊടുക്കുക. എല്ലാ ഏരിയയും കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത്തവണ നമുക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.